പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാം ദിവസം മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ സഭയിലേക്കുള്ള ആഗമനമെന്ന ചരിത്ര സംഭവം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ലൂക്കോസ് 1:2. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. 10 ദിവസം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. അന്ന് സഭയിലേക്ക് കറ്റകൾ കൊയ്തു കൂട്ടിയ സമയമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:41. അന്ന് 3000 പേർ സ്നാനമേറ്റു. സഭയോട് ചേർന്ന് അപ്പോസ്തോലിക കാലത്തെ പെന്തക്കോസ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:16 പൗലോസ് പെന്തക്കോസ് പെരുന്നാളിലേക്ക് യെരുശലേമിലെത്തുവാൻ ആഗ്രഹിച്ചു. 1 കൊരിന്ത്യർ 16:8 എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും എന്ന് പറയുകയുണ്ടായി.